രമ അപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. ഒഞ്ചിയം തിരിച്ചുപിടിക്കുമെന്നായിരുന്നു നേതാക്കന്മാർ അവകാശപ്പെട്ടത്. ആ അവകാശവാദങ്ങളെല്ലാം തട്ടിമാറ്റിയാണ് ഇവിടുത്തെ ജനത വലിയ വിജയം നേടിയത്. ഈ ഒഞ്ചിയത്തെ ജയിപ്പിച്ച മുഴുവൻ ജനതയ്ക്കും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. RMB ഉജ്ജ്വലമായിട്ട് പലയിടങ്ങളിലും തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അത് ഇവിടെ മാത്രമല്ല, കുന്നംകുളം, മണിയൂര്, തൃശ്ശൂര്, പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. RMB UDF RMBയും ഒന്നിച്ചാണ് പല സ്ഥലങ്ങളിൽ മത്സരിച്ചത്. വലിയ മുന്നേറ്റം. കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒന്നിച്ചാണ് മത്സരിച്ചത്. കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ തനിച്ചാണ് മത്സരിച്ചത്. അവിടെയും 4 സീറ്റ് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വലിയ മുന്നേറ്റം. ചോദിച്ചു, അത് പരിശോധിച്ചാൽ മനസ്സിലാവും. CPMന്റെ ഔദാര്യത്തിലാണ് പലയിടത്തും BJP ജയിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം മുതലേ പറയാണ്, PMC പദ്ധതിയിലും ലേബർ കോഡിലും ദേശീയപാത അഴിമതിയിലും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ പിന്തുണക്കുന്ന CPM. ഞാനിപ്പോൾ പറയുന്നത് ഇതിനകത്ത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിക്കുണ്ടായിട്ടുള്ള ആശയദാരിദ്ര്യം, അവരുടെ എല്ലാം ഐഡിയോളജി തകർത്തെറിഞ്ഞ് ഇപ്പോൾ അവർക്ക് ഐഡിയോളജി ഒന്നുമില്ല. അത് പാർട്ടി തീരുമാനിക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? മോഡിയുടെ മുന്നിൽ കവാത്തു മറക്കുന്ന ശൈലി തുടരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ CPM BJP നെക്സസ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കാരണം എന്തുകൊണ്ടാണ് കാരണസഹിതം ഞാൻ പറഞ്ഞത് 1, 2, 3 ഓരോ കാരണസഹിത പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത്, ഗവൺമെന്റ് സാധാരണക്കാരനെ മറന്നുകൊണ്ട് പോകുന്നൊരു ഗവൺമെന്റ് ആണെന്നായിരുന്നു. ഇതുപോലെ തന്നെ ശബരിമല വിഷയവും ചർച്ചാ വിഷയമായിരുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. അതോടൊപ്പം UDFന്റെ സ്ഥാനാർത്ഥികൾ നന്നായിട്ട് പൊരുതിയിട്ടുണ്ട്. നല്ല രീതിയിലാണ് അവർ പോരാട്ടം നടത്തിയത്. ഇപ്രാവശ്യത്തെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ അറേഞ്ച്മെന്റുകൾ നടത്തിയിരുന്നു. നമുക്കറിയാം, ഞങ്ങളുടെ അടുത്ത് ഏറ്റവും സുപ്രധാനമായ തീരുമാനം അത് വലിയ വിജയമായി എന്നാണ് എൻ്റെ വിശ്വാസം. നേതാക്കന്മാരാരും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് താഴോട്ട് പോകേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥികളെല്ലാം താഴെ നിന്ന് തീരുമാനിക്കപ്പെടണം, വാർഡ് തലത്തിൽ നിന്ന് തീരുമാനിക്കപ്പെടണം. അതുകൊണ്ട് എന്തായി, സാധാരണഗതിയിലുണ്ടാകുന്ന റിബൽ ശല്യങ്ങളില്ലായിരുന്നു കോൺഗ്രസിന്. താഴെ നിന്ന് തന്നെ ബ്ലോക്കിലും ജില്ലയിലും സാധാരണ ഏത് വിജയത്തിലും ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയം ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സത്യമായിട്ടും CPMന്റെ ഏറ്റവും വലിയ തകർച്ചയാണ്. കൊല്ലത്ത് 35 വർഷത്തിന് ശേഷം കൊല്ലത്ത്, അതായത് താങ്കളുടെ അടുത്ത ജില്ലയിൽ കൊല്ലത്ത് വളരെ വലിയൊരു വിജയമാണ് UDF. ഇത് എങ്ങനെ കാണുന്നത്? കൊല്ലം ജില്ലയിൽ തന്നെ നല്ല വിജയമാണ്. കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ന് വരെ നമ്മൾ ജയിച്ചിട്ടില്ല. ആ വിജയം വലിയ സൂചകമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് കൊല്ലത്തെ ജനങ്ങളുടെ ശരിയായിട്ടുള്ള വികാരം ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP ശക്തിപ്പെടുന്നിടത്ത് ഞങ്ങളെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലും ഞങ്ങളുടെ നില ഞങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വിജയമാണെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചും കൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ പാർട്ടി നന്നായിട്ട് പോരാടി. ചിലയിടത്തൊക്കെ തന്നെ പ്രശ്നമുണ്ടായിരുന്നു. അവസാനം CPMന്റെ നിലപാട് എന്തായിരുന്നു? അവിടെ കോൺഗ്രസിനെ പരമാവധി തോൽപ്പിക്കലായിരുന്നു അവരുടെ നിലപാട്. ഞങ്ങൾ BJPയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പരമാവധി ശ്രമിച്ചപ്പോൾ CPM തിരിച്ചായിരുന്നു ശ്രമിച്ചത് അവിടെ തിരുവനന്തപുരത്ത്. അപ്പോൾ അത് CPMന്റെ പരിശോധിച്ചാൽ അറിയാം. CPMന്റെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് ഒരു BJPക്ക് ഒരു മേയർ കൊടുത്തതിന്റെ ഫുൾ ക്രെഡിറ്റ് CPMന് എടുക്കാം. കൃത്യമായിട്ടും BJPക്ക് ഒരു മേയറെ തിരുവനന്തപുരത്ത് കൊടുത്തതിന്റെ ക്രെഡിറ്റ് CPMന് അവകാശപ്പെട്ടതാണ്, വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല. തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മൂക്കിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനിൽ അവർ ചെയ്തെന്താണ്? പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ പറഞ്ഞല്ലോ, അസംബ്ലി തൂത്തുവാരും കേരളത്തിൽ. ഇത് ആരെന്ത് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ വളരെ വളരെ വിവേകത്തോടുകൂടി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വികാരം ഇതിൻ്റെ ഇരട്ടി കാര്യം, ഇതിലൊക്കെ ചെറിയ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ അസംബ്ലി ഇലക്ഷൻ നിങ്ങൾക്കറിയാം, ഇത് രാഷ്ട്രീയ വോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള ജനം വളരെ നന്നായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണിത്. അതുകൊണ്ട് അസംബ്ലി UDF തൂത്തുവാരിയിരിക്കുന്നു.
കേരളത്തിലെ ഇത് രാഷ്ട്രീയമായ വോട്ടിംഗ് ആണെന്നും സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂന്നും മാത്രമല്ല BJPക്ക് ഉണ്ടായിട്ടുള്ള വിജയത്തിന്റെ ഉത്തരവാദിത്തം CPIM പറയേണ്ടി വരുമെന്നാണ് KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഊന്നുന്ന സംഗതി.